ഹായ് മക്കളെ, അപ്പോൾ സുഖമാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, സന്ദീപ് മാഷ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, അതായത് പ്ലസ് ടു പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഒരു പേടി സ്വപ്നം എന്നൊക്കെ പറയും ഈ രണ്ടാമത്തെ ചാപ്റ്റർ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. മിക്കവർക്കും എത്ര പഠിച്ചാലും ആൻസർ കിട്ടില്ല, ഭയങ്കര കൺഫ്യൂഷൻ ആകുന്ന ഒരു പോർഷനാണ് ഏത്, ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറേ പേര്, ചുരുക്കം പേര് നന്നായി പഠിക്കും, കുറച്ച് പേര് എന്ത് ചെയ്യും, അത് നൈസായിട്ട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി വരും. കാരണം 4 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്കൊക്കെ ചോദിക്കില്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ പേര് ഇതിൻ്റെ കാര്യമാക്കാതെ പോവും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാലോ, ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഡിഫറൻസിയേഷൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഡിഫറൻസിയേഷനിലെ ഒരു വലിയൊരു പ്രോബ്ലം, അതായത് നമ്മുടെ 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന പാർട്ട് സിയിൽ ചോദിക്കുന്ന ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിലൊക്കെ ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ നമ്മളിപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്സൊക്കെ അവിടെ യൂസ് വരുന്നുണ്ട്. അതുപോലെ ഇനി ഇൻ്റഗ്രേഷൻ പഠിക്കുന്നുണ്ട് നമ്മൾ അടുത്ത ബുക്കിൽ കേട്ടോ, കുറേ ബുക്കുണ്ട്, പേടിക്കണ്ട. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് പറയുന്നത്, ഭയങ്കര കൺഫ്യൂഷൻ ആവാതെ, ഞാൻ ഫുൾ ബേസ് ഒക്കെ പറഞ്ഞ് ടീച്ചർമാർ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് നമുക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയതായിരിക്കും കേട്ടോ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നന്നായിട്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യാം എന്നാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമെങ്കിൽ കറക്റ്റായിട്ട് നോട്ടിൽ എഴുതി അങ്ങനെ പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറയട്ടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ വരുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ 2 എക്സസൈസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ എല്ലാ എക്സസൈസിലെ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലേ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ. അത് ഒന്ന് എല്ലാ പ്രോബ്ലംസും ഒറ്റ വീഡിയോയിലെല്ലാം കഴിയില്ല, ഓരോ വീഡിയോസായിട്ട് നമുക്ക് നമുക്കുള്ള എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ അല്ലേ? അതിന് മുമ്പ് കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ എക്സാമ്പിൾ ഒന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിളാണ് നോക്കുന്നത്. എക്സാമ്പിൾ നോക്കി ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഈ ബാക്കിയുള്ള വീഡിയോസ് കാണേണ്ട ആവശ്യം പോലും വരില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള മൊത്തം കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ചോദിക്കുന്നത് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ കാണുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രിൻസിപ്പൽ വാല്യൂ കാണുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഈ പ്രൂവ് ദാറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഫൈൻഡ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ 2 എക്സസൈസാണ് നമുക്കുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് ജസ്റ്റ് ഒന്ന് പറയാണ് കേട്ടോ, അല്ലാണ്ട് ഇത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബേസ് ഒന്ന് പറയാണ്. നമുക്ക് പഠിക്കേണ്ടത് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, f(x) = sin x. ഈ സൈൻ എക്സിൻ്റെ ഇൻവേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആ ഇൻവേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം, ബൈജക്റ്റീവ് ആയിരിക്കണം അല്ലേ? എന്താണ് ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1 ഓൺ 2 ആയിരിക്കണം. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആവാനുള്ള ബേസിക് കണ്ടീഷനാണ് പറയുന്നത്. നമ്മൾ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം, ആ ഫംഗ്ഷൻ 1 1 ഓൺ 2 ആയിരിക്കണം. അപ്പോൾ f(x) = sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 അല്ല, 1 1 ഫംഗ്ഷൻ അല്ല. കാരണം എന്താണെന്നറിയോ? ഇപ്പം നമുക്കറിയാം sin π/2ൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ് അല്ലേ? പിന്നെ അത് പോയി sin π 0 വരും, sin π = എന്ത് വരും, 0 വരും. അതിന് മുമ്പ് sin -π/2 വരുമ്പോൾ -1, sin π/2 1, sin π വരുമ്പോൾ 0 വരും, sin 3π/2 വരുമ്പോൾ വീണ്ടും -1 വരും, sin 4π/2, sin 2π വരുമ്പോൾ വീണ്ടും 0 വരും, sin 5π/2 വരുമ്പോൾ അത് വീണ്ടും +, -1 +1 അങ്ങനെ മാറി മാറി വരും അല്ലേ? അപ്പം നമുക്ക് നോക്കാം, sin 5π/2ൻ്റെ ആൻസർ ഏകദേശം 1 വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചോളണം, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ 1 1 ഫംഗ്ഷൻ്റെ ഒരു കണ്ടീഷൻ നമ്മൾ ഓർമ്മയുണ്ടോ? f(x1) = f(x2) ആണെങ്കിൽ എന്താവണം എന്നാണ് 1 1 പറയുന്നത്,
x1 = x2 ആകണം എന്നാണ് നമ്മൾ 1 പ്രൂവ് ചെയ്യുന്നത് അല്ലേ. രണ്ട് ഡിഫറെൻ്റ് അല്ലെങ്കിൽ തിരിച്ചും x1 ≠ x2 ആണെങ്കിൽ f(x1) ≠ f(x2) ആയിരിക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നോക്കി നോക്കുക, sin π/2ൻ്റെ വാല്യൂ 1 ആണ്, sin 5π/2ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? f(π/2) = f(5π/2) ആണ്. സൈനിൽ π/2 കൊടുക്കുമ്പോഴും 1 കിട്ടുന്നുണ്ട്, 5π/2 കൊടുക്കുമ്പോഴും 1 കിട്ടുന്നുണ്ട്. പക്ഷേ ഈ π/2 5π/2 എന്ന് പറയുന്ന ആംഗിൾ ഈക്വൽ ആണോ? ആ രണ്ട് ആംഗിളും ഈക്വൽ അല്ല. അപ്പോൾ x1 = x2 എന്ന് കിട്ടുന്നില്ല ഈ കേസിൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമ്മൾ പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തല്ല, sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തല്ല ശരിക്കും പറഞ്ഞാൽ 1 അല്ല. 1 അല്ല എന്നപ്പോൾ അപ്പോൾ തന്നെ നമുക്കെന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് എന്താണ് ഇൻവെർട്ടിബിൾ. അപ്പോൾ sin x എന്തല്ല, ഇൻവെർട്ടിബിൾ അല്ല. പക്ഷേ നമ്മൾ ഓരോ ഇൻ്റർവെല്ലായിട്ട് നോക്കുന്നത് വിചാരിച്ചോ. അതായത് -π/2ൻ്റെയും +π/2ൻ്റെയും ഇടയിലെടുത്തു. അതുപോലെ π/2, 3π/2, അതുപോലെ 3π/2, 5π/2. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ എക്സെട്ര. ഈ സൈഡിക്ക് ഇഷ്ടംപോലെ ഇൻ്റർവെൽ ഉണ്ട്, ഈ സൈഡിക്ക് ഇഷ്ടംപോലെ ഇൻ്റർവെൽ ഉണ്ട്. ഇങ്ങനെ π/2കൾ വരുന്ന ഓരോ ഇൻ്റർവെല്ലാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് ആംഗിളുകൾ ഒരിക്കലും എന്ത് വരുന്നില്ല, ഈക്വൽ വരുന്നില്ല. അതായത് f(π/2) എത്രയാണ്? sin π/2 അല്ലേ. sin π/2ൻ്റെ വാല്യൂ 1 കിട്ടി. ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ വേറെ ഒരു വാല്യൂയിലും നമുക്ക് ആൻസർ എന്ത് കിട്ടില്ല? 1. സൈനിൽ 1 കിട്ടില്ല. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു ഇൻ്റർവെല്ലിൽ അതെന്താണ്? 1 ആണ്, 1 ആണ്. ഈ ഇൻ്റർവെല്ലിൽ എന്താണ്? 1 ആണ്. ഈ ഇൻ്റർവെല്ലിൽ എന്താണ്? 1 ആണ്. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അത് 1 അല്ല. പക്ഷേ ഓരോ ഇൻ്റർവെല്ലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ, അതായത് sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആണ്. അപ്പോൾ sin x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകും. എപ്പോഴാണ് ഇൻവെർട്ടിബിൾ ആവുക? ഓരോ ഇൻ്റർവെല്ലും നോക്കുമ്പോൾ. ഈ ഒരു ഇൻ്റർവെല്ലിൽ ഇൻവെർട്ടിബിൾ ആണ്, ഈ ഒരു ഇൻ്റർവെല്ലിൽ ഇൻവെർട്ടിബിൾ ആണ്. അങ്ങനെ ഓരോ ഇൻ്റർവെല്ലിലും അതിന് ഇൻവേഴ്സിന് വാല്യൂ ഉണ്ട്. മനസ്സിലായല്ലോ? ആ വാല്യൂവിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? sin inverse x എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ? സൈനിൻ്റെ ഇൻവേഴ്സിന് sin inverse x എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് ഇൻ്റർവെല്ലിൽ അത് 1 ആവുന്നല്ലേ. ഒരുപാട് ഇൻ്റർവെല്ലിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അത് ഇൻവെർട്ടിബിൾ ആകുന്നുണ്ട്. അതിൽ തന്നെ ഇയാളെ -π/2 to π/2 വരുന്ന ഇൻ്റർവെല്ലിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് sin xൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? -π/2 to π/2. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിനും ഇതുപോലെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഉണ്ട്. മനസ്സിലായല്ലോ? പ്രിൻസിപ്പൽ വാല്യൂ അത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഓരോ ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യൻ്റെ വാട്ട് ഈസ് ദ വാല്യൂ, പ്രിൻസിപ്പൽ വാല്യൂ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ആവശ്യമുള്ളത് എത്ര മാത്രമേ ഉള്ളൂ, ആ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, തൽക്കാലം +2 ഇത്ര മതി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെയും, ഞാൻ ഈ പറഞ്ഞ ബേസ് ഒന്നും മനസ്സിലാവാത്തവരുണ്ടാവും, കാരണം മാത്സ് തീരെ ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇതൊന്നും മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ ഇനി പറയുന്നത് പഠിക്കാതിരിക്കരുത്, ഇനി പറയുന്നത് മനസ്സിലാവാത്തതിൻ്റെ കാര്യമില്ല. ഓരോ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അത് ബൈ ഹാർട്ട് ഞാൻ ചുമ്മാ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ ഗ്രൂപ്പാക്കാം നമുക്ക്. ഇപ്പോൾ ബോയ്സ് ഒരു ഗ്രൂപ്പ്, ഗേൾസ് ഒരു ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? 2 ഗ്രൂപ്പാക്കിയാൽ മാറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് sin x. ഓക്കെ, അപ്പോൾ നമുക്ക് sin inverse x, അതുപോലെ സൈന് കഴിഞ്ഞാൽ tan inverse x, അതുപോലെ cosec inverse x. ഇവർ 3 പേരും ഒരു ഗ്രൂപ്പാണ് എന്ന് വയ്ക്കുക. ഈ 3 പേരുടെയും പ്രിൻസിപ്പൽ വാല്യൂ ഏകദേശം ഒരു ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ചെറിയൊരു റിലേഷൻ ഉണ്ട് അവർ തമ്മിൽ. ഈ sin ഇൻവേഴ്സസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് -π/2 മുതൽ +π/2 ആണ്. അത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ π/2 -π/2 ഇൻക്ലൂഡഡ് ആണ്. മനസ്സിലായോ? അതുപോലെ ടാൻ ഇൻവേഴ്സിലേക്ക് വരുമ്പോൾ ഓപ്പൺ ഇൻ്റർവെല്ലാണ്. ഓപ്പൺ ഇൻ്റർവെൽ -π/2 +π/2. അതിന് പ്രത്യേകത ഉണ്ട്. π/2 വരാൻ പാടില്ല. ഓപ്പൺ ഇൻ്റർവെൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? π/2 അവിടെ വരാൻ പാടില്ല.
ക്ലിയർ ആവുന്നുണ്ടോ? -π/2 +π/2 π/2 വന്നാൽ എന്താ വരിക? tan π/2 അല്ലേ? tan π/2 വാല്യൂ എത്രയെന്ന് അറിയോ? അപ്പോൾ നമ്മൾ ചിലവരൊക്കെ ഇൻഫിനിറ്റി എന്ന് പറയും, നമ്മളത് കോമൺ ആയിട്ട് പറയുന്നത് എന്താണ്? നോട്ട് ഡിഫൈൻഡ് എന്ന് പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ രണ്ടെണ്ണം ഓപ്പൺ ഇൻ്റർവെലാണ്. അവസാനം മൂന്നാമത്തത് എന്താണ്? അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 to π/2 ആണ്. പക്ഷേ അതിൽ ഒരാളില്ല. ആരില്ല? 0നെ ഒഴിവാക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? sin 0 എത്രയാണ്? 0 അല്ലേ? അപ്പോൾ കൊസീക്ക് 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/sin 0 എന്നാണ് വരിക. 1/sin 0 പറഞ്ഞാൽ 1/0 എന്ന് വരും അല്ലേ? 1/0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റി എന്ന് കുറേ പേര് നമ്മൾ എഴുതാറുണ്ട്. എന്തെങ്കിലും കോമൺ ആയിട്ട് പറയുന്ന പേര് അത് നോട്ട് ഡിഫൈൻഡ് ആണ്. 1/0 ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറയുക. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൊസീക്ക് ഇൻവേഴ്സസിൻ്റെ എന്താ പറയുക, പ്രിൻസിപ്പൽ വാല്യൂവിൽ ആരില്ല? 0 ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് മൂന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ട് ഇത് മൂന്നും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? അതുപോലെ അടുത്ത മൂന്നൊരു ഗ്രൂപ്പ് ആക്കുന്നു. ആരൊക്കെയാണ്? കോസ് ഇൻവേഴ്സ് എക്സിനെയും കോട്ട് ഇൻവേഴ്സ് എക്സിനെയും സീക്ക് ഇൻവേഴ്സ് എക്സിനെയും ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് 0 to π ആണ്. ഇത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π, ഇത് ഓപ്പൺ ഇൻ്റർവെൽ 0 to π, ഇത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to πയിൽ നിന്ന് ആരിനെ ഒഴിവാക്കി? π/2നെ ഒഴിവാക്കി. എന്തുകൊണ്ടാണെന്നറിയോ? കോസ് π/2 കോസ് 90 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. മനസ്സിലായോ? അപ്പോൾ സീക്ക് π/2 എന്താ വരിക? സീക്ക് π/2 1/cos അല്ലേ? സീക്ക് എന്ന് പറയുന്നത് എന്താണ്? 1/cos ആണ് കേട്ടോ. അപ്പോൾ 1/cos π/2 എത്ര വരിക? 1/0 വരും. അതെന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിലെന്ത് വരാൻ പാടില്ല? π/2 വരാൻ പാടില്ല. സീക്കിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂവിൽ എന്തില്ല? π/2 ഇല്ല. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ പ്രോബ്ലം പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ റേഞ്ചുകൾ കറക്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി പറയാം ഏതൊക്കെയാണ് പഠിക്കാൻ. ഞാനൊരു ഗ്രൂപ്പാക്കി പഠിക്കാൻ എളുപ്പമാണ്. ഇവർ 3 പേരിൽ -π/2 അവർ 3 പേരിൽ 0 to π. തീർന്നില്ലേ പ്രശ്നം? എന്താണ്? സൈൻ ഇൻവേഴ്സിൽ -π/2 ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. ടാൻ ഇൻവേഴ്സ് വന്നാലോ? ഓപ്പൺ ഇൻ്റർവെൽ -π/2 കൊസീക്ക് ഇൻവേഴ്സ് വന്നാലോ? ക്ലോസ് ഇൻ്റർവെൽ -π/2 ആണ്. പക്ഷേ അതിൽ 0 ഇല്ല. അവിടേക്ക് വരുമ്പോഴോ? കോസ് ഇൻവേഴ്സ് എക്സ് 0 to π ആണ്. കോട്ട് ഇൻവേഴ്സ് എക്സ് 0 to π ആണ്. സീക്ക് ഇൻവേഴ്സ് എക്സും അത് ഓപ്പൺ ഇൻ്റർവെൽ ആണ്. 0 to πയിൽ നിന്ന് π/2 ഒഴിവാക്കിട്ടോ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? ഇതേപോലെ രണ്ട് കാര്യങ്ങളും ബേസിക് വേണം, എങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നിങ്ങൾ ഇത്രയും പഠിക്കുക. അതായത് ഓരോ ട്രിഗണോമെട്രി ഇൻവേഴ്സിൻ്റെയും എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച്, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതാണെന്ന് ബൈ ഹാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് എഴുതി പഠിച്ചോളണേ. അത് എഴുതി പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ 3 പേരും ബൈ ഹാർട്ട് ചെയ്യുക. ആരൊക്കെയാണ് 3 പേര്? സൈന്, ടാന്, കൊസീക്ക്. അതിൻ്റെ 3 ഇൻവേഴ്സ്. അതിൽ -π/2 ഈ സൈഡിൽ ആരാണ്? കോസ്, കോട്ട്, സീക്ക്. അതിൻ്റെ 3ൻ്റെ ഇൻവേഴ്സ് എന്താണ്? 0 to πനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ 2 വഴിക്ക് നിർക്കി, 2 ആൾക്കാർ 2 വഴിക്കാക്കി. ഓക്കെ ആണല്ലോ? അതൊന്ന് സെറ്റ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു റിസൾട്ട് കൂടി. -sin x ഇൻവേഴ്സ് എക്സ് എന്ന് വന്നാൽ, സൈൻ ഇൻവേഴ്സ് എക്സ് അല്ല, -sin x എന്ന് വന്നാൽ റിസൾട്ടാണ്. -sin x എന്ന് വന്നാൽ ഈ മൈനസിന് ഉള്ളിലേക്ക് എഴുതാം. sin -x എന്ന് പഠിക്കണം. -sin x ൻ്റെ പേരെന്താണ്? ശരിക്കും തിരിച്ചാണ് പഠിക്കേണ്ടത് കേട്ടോ. sin -x എന്ന് പറഞ്ഞാൽ -sin x അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഞാൻ റിസൾട്ട് ഒന്ന് തലതിരിച്ചു. ഓക്കെ, -sin x വന്നാൽ നമ്മൾ എന്ത് എഴുതണം? sin -x എന്ന് എഴുതണം. -tan x എന്ന് വന്നാലോ? tan -x എന്ന് എഴുതണം. -cosec x എന്ന് വന്നാലോ? cosec -x എന്ന് എഴുതണം. ഈ 3 പേരും കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. ഇപ്പോൾ യെസ്, എന്താണ് ഈ 3 പേരുടെയും പ്രിൻസിപ്പൽ വാല്യൂ എടുക്കുന്നത് എവിടെയാണ്? -π/2 π/2നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മനസ്സിലായില്ലേ? ഈ ഒരു ഇൻ്റർവെല്ലിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ 3 പേർക്കും ഈ 3 പേർക്കും മൈനസ് എന്ന് വരുമ്പോൾ ആ മൈനസിനെ ഉള്ളിലേക്ക് കയറ്റാം. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് പ്രിൻസിപ്പൽ വാല്യൂ -π/2 π/2 ഡിപ്പെൻഡ് ചെയ്യുന്ന 3 പേരുണ്ട്. ആരൊക്കെയാണ്? സൈന്, ടാന്, കൊസീക്ക്. ഈ 3 പേരുടെ ഫ്രണ്ടിൽ മൈനസ് വന്നാൽ അയാൾ പിടിച്ച് ഉള്ളിലേക്ക് കെട്ടിക്കോളും. ഒരു കുഴപ്പമില്ല, വാതിൽ തുറന്നു കൊടുക്കുക, അകത്ത് കയറിയിരുന്നോളം പറയാം കേട്ടല്ലോ. പക്ഷേ മറ്റ് 3 പേരുണ്ട്. -cos x
മൈനസ് കോട്ടെക്സ് മൈനസ് സീക്കെക്സ്. ആ 3 പേരുടെയും ഫ്രണ്ടിൽ മൈനസ് വന്നാൽ അവർ ചില്ലറക്കാരല്ല കേട്ടോ. അവർ അകത്ത് കയറിയിരിക്കാൻ പറയില്ല, അവർ ഒരൊറ്റ അടി കൊടുക്കും. ആ അടി എന്ന് പറയുന്നതാണ് എന്ത്? കോസ് പൈ മൈനസ് എക്സ്. മനസ്സിലാവുന്നുണ്ടോ? കോസ് ചുമ്മാ പറഞ്ഞേട്ടാ, കോസ് പൈ മൈനസ് എക്സ് അല്ലേ. അടുത്തതോ കോട്ട് പൈ മൈനസ് എക്സ്. അടുത്തതോ സീക്ക് പൈ മൈനസ് എക്സ്. ശരിക്കും പറഞ്ഞത് ഇങ്ങനെ നല്ലതായിട്ട് പഠിപ്പിക്കണ്ടേ. അതായത് പഠിപ്പിക്കേണ്ട റിസൾട്ട് ഇതിൻ്റെയൊക്കെ ജനറൽ ഫോം പഠിപ്പിക്കണം. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാവേ. തൽക്കാലം പ്രിൻസിപ്പൽ വാല്യൂ പ്രോബ്ലം കാണാം, ഇത്രയും ഫോർമുലാസ് മതി. അടുത്തത് കോസ് പൈ 2π മൈനസ് എക്സ് 3π മൈനസ് എക്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെക്ഷൻ എക്സസൈസ് 2.2 ചെയ്യുമ്പോൾ ഞാൻ അത് പഠിപ്പിച്ചു തരും കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇത് മതി, നമുക്ക് ആവശ്യത്തിനേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ വർഷം എത്ര ടഫ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചോ നമുക്കത് ആൻസർ ചെയ്യാം. ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു. മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ആ ഒരു റേഞ്ചും അറിഞ്ഞിരിക്കണം, ഇതും അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണ്? -π/2 വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? മൈനസ് സൈൻ എക്സ് എന്ന് വന്നാൽ സൈൻ മൈനസ് എക്സ്, മൈനസ് ടാൻ എക്സ് വന്നാൽ ടാൻ മൈനസ് എക്സ്, മൈനസ് കൊസീക്ക് എക്സ് എന്ന് വന്നാലോ കൊസീക്ക് മൈനസ് എക്സ്. അവിടെ വരുമ്പോഴോ മൈനസ് കോസ് എക്സ് വന്നാൽ കോസ് പൈ മൈനസ് എക്സ്, മൈനസ് കോട്ട് എക്സ് വന്നാൽ കോട്ട് പൈ മൈനസ് എക്സ്, മൈനസ് സീക്ക് എക്സ് വന്നാലോ സീക്ക് പൈ മൈനസ് എക്സ്. ക്ലിയർ അല്ലേ? ഈ റിസൾട്ടും അറിഞ്ഞിരിക്കുക. പിന്നെ ആംഗിളിനെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ആംഗിളിൻ്റെ കേസ് പൈ എന്ന് പറഞ്ഞാൽ നമ്മൾ 180 ആണ് അല്ലേ. അപ്പോൾ π/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 180/2 90. π/2 പറഞ്ഞാൽ എത്രയാണ്? 90 കേട്ടോ. അപ്പോൾ π/3 എന്ന് പറഞ്ഞാലോ 180/3 അല്ലേ. 180/3 എത്രയാണ്? 60. π/4 എന്ന് പറഞ്ഞാലോ 180/4 എത്രയാണ്? 45 ഡിഗ്രി കേട്ടോ. ഇതിങ്ങനെ നല്ലതായിട്ട് പഠിപ്പിക്കുന്നത്. നമ്മൾ ഡിഗ്രീനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ +1 പഠിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല, ഓർമ്മയുണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കാൻ പറയുന്നത് കേട്ടോ. അടുത്തത് പറഞ്ഞ കൂടി π/6 എന്ന് പറഞ്ഞാലോ 180/6 30 കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കണേ, ജസ്റ്റ് ഒന്ന് അറിയാനാണേ. യെസ്, നമുക്ക് പ്രോബ്ലത്തേക്ക് പോവാം. എക്സാമ്പിൾ 1 പോകുന്നത്. നേരെ എക്സാമ്പിൾ 1 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒന്നാമത്തെ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് എന്താണ് ക്വസ്റ്റ്യൻ? അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ. എവിടെ? Find the principal value of sin inverse 1/√2. sin inverse 1/√2. ശ്രദ്ധിച്ചോളണേ, ഞാനിപ്പോൾ ഈ പറയുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റിലെ പിള്ളേരാണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് എളുപ്പമാണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാവേ. ഇനി CBSE കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാം, ഈ ടോപ്പിക്ക് പഠിക്കാം അല്ലേ. അപ്പോൾ CBSEക്കാർക്ക് കാൽക്കുലേറ്റർ അലൗഡ് അല്ല. അപ്പോൾ അവർ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണേ. സൈൻ്റെ വാല്യൂസ് ബൈഹാർട്ട് ചെയ്യുന്ന ആ ഒരു ഇതല്ലേ. എന്തൊക്കെ വേണം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണേ. സൈൻ എക്സ് അവർക്ക് വേണ്ടിയിട്ടാണ്, CBSEക്കാർക്ക് വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റിലെ പിള്ളേർ പേടിക്കേണ്ട, ഇത് ബൈഹാർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ കുഴപ്പമുണ്ടേ, എന്താണ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് നമ്മൾ പൊട്ടന്മാരാണ് കേട്ടോ. അതായത് ഇത് ഈ റിസൾട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കീമിൻ്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ ഈ നമ്മുടെ കേരള സ്റ്റേറ്റിലെ പിള്ളേർ കുറച്ച് ബാക്കിലേക്ക് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ട് നമ്മൾ ഫുള്ള് കാൽക്കുലേറ്ററും ചെയ്ത് നമ്മൾ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നു. അവർക്കാണ് ചില കാൽക്കുലേറ്റർ അവരെ യൂസ് ചെയ്യില്ല, അവർക്ക് നല്ല വിവരം വെക്കുന്നു, നമ്മൾ ബാക്കിലോട്ട് പോകുന്നുടാ. അപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല, തൽക്കാലം നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ബൈഹാർട്ട് ചെയ്യാം. എങ്കിൽ ഞാനത് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. സൈൻ എക്സ് കോസ് എക്സ് ടാൻ എക്സ്. ഏറ്റവും രസകരം എന്താണെന്നറിയോ? ഇത് CBSEയിൽ 10ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തെ പഠിച്ചിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ പഠിക്കുന്നില്ല കേട്ടോ. 10ാം ക്ലാസ്സിൽ ബൈഹാർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഈ 3 ആംഗിള് CBSEയിൽ 10th പഠിപ്പിക്കുന്നുണ്ട്. 30 ഡിഗ്രി വരുമ്പോൾ എന്താണ്? ആദ്യം 0 അല്ലേ. 0 വരുമ്പോൾ എന്താണ്? 30 ഡിഗ്രിയിൽ എന്താണ് വാല്യൂ? 45 ഡിഗ്രിയിൽ എന്താണ് വാല്യൂ? അടുത്തെന്താ? 60 ഡിഗ്രിയിൽ 90 ഡിഗ്രിയിൽ
10ാം ക്ലാസ്സിലെ CBSEക്ക് ഇത് ഇത്രയും ബൈഹാർട്ട് ചെയ്തിട്ട് പഠിക്കാൻ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം അവർ കിട്ടുന്നുണ്ട്. നമുക്കത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബൈഹാർട്ട് ചെയ്യുന്ന രീതി ഞങ്ങൾ പഠിപ്പിച്ചപ്പോഴുണ്ടായിരുന്നേ. ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയല്ല നമ്മുടെ, അല്ല മനസ്സിലാക്കി പഠിപ്പിക്കുന്നതാണ്. അതിൽ ചെറിയ നമുക്ക് പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇത് ബൈഹാർട്ട് ചെയ്യണമായിരുന്നു. 30 ഡിഗ്രി ഞാൻ നേരത്തെ പറഞ്ഞു π/6, ഇവിടെ π/4, ഇത് π/3, ഇത് π/2. ഇത്രയും അറിഞ്ഞിരിക്കണം ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം കൂടി ഒരുമിച്ച് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുന്നില്ല, സൈൻ മാത്രം പഠിക്കുന്നു. എങ്ങനെയാണ്? 0, 1/2, 1/√2, √3/2, 1. അതിൻ്റെ അർത്ഥം സൈൻ 30യുടെ വാല്യൂ, സൈൻ 0 എന്ന് പറഞ്ഞാൽ 0, സൈൻ 30 എന്ന് പറയുമ്പോഴോ 1/2, സൈൻ 45 വരുമ്പോഴോ 1/√2, സൈൻ 60 വരുമ്പോഴോ √3/2, ആൻഡ് സൈൻ 90 എന്ന് പറഞ്ഞാൽ 1. ക്ലിയർ അല്ലേ? ഇതിന് തിരിച്ചും പറയാം. സൈൻ π/6 എന്ന് പറഞ്ഞാൽ 1/2, സൈൻ π/4 1/√2, π/3 √3/2, സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1. ഇത് ബൈഹാർട്ട് ചെയ്യാം. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചത് എങ്ങനെയാണ്? 0, 1/2, 1/√2, √3/2, 1. അതാണ്ട് ബൈഹാർട്ട് ചെയ്യുക. എങ്ങനെയാണ്? 0, 1/2, 1/√2, √3/2, 1. ഒരു ഈണത്തിൽ പഠിക്കുക. 0, 1/2, 1/√2, √3/2, 1. എങ്ങനെയാണ്? 0, 1/2, 1/√2, √3/2, 1. 0, 1/2, 1/√2, √3/2, 1. 0, 1/2, 1/2 അങ്ങനെ പഠിച്ചോളൂ കേട്ടോ. ഓക്കെ അല്ലേ? സൈൻ പഠിച്ചാലുള്ള ഗുണം അത് തിരിച്ചിട്ട കോസായി. എന്താണ്? 0 ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. 1/2, 1/√2, √3/2, 1. കണ്ടോ? ഇവിടുന്ന് അങ്ങോട്ടേ പോയത് അതുപോലെ തിരിച്ചു വരാം കേട്ടോ. 0, 1/2, 1/√2, √3/2, 1. സൈനും കോസും കിട്ടിയില്ലേ? സൈനും കോസും കിട്ടിയാൽ ടാൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സൈൻ ബൈ കോസ് ആണ് ടാൻ, അല്ലേ? സൈൻ θ/cos θ എന്ത് ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഈ റോ മുഴുവൻ ഇതായിട്ട് ഡിവൈഡ് ചെയ്യുക. 0/1, 0, 1/2/√3/2, 2 വെട്ടിപ്പോയി, 1/√3. ഇതേ ബൈ ഇത് 1, ഇതേ ബൈ ഇത് √3. 1/0 ആണ്. 1/0 എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? നോട്ട് ഡിഫൈൻഡ് എന്നാണ് കേട്ടോ. ചിലവർ അത് ഇൻഫിനിറ്റി എന്നൊക്കെ ഡിനോട്ട് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് എന്നാണ്, ഡിഫൈൻ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ കൊസീക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ സൈനിന് തലതിരിക്കുക. സൈനിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്ത് കിട്ടും? നമുക്ക് കൊസീക്ക് കിട്ടും. മനസ്സിലായോ? സീക്ക് കിട്ടാനോ? കോസിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സീക്ക് കിട്ടും. ടാനിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കോട്ട് കിട്ടും. അപ്പോൾ ഈ ഇത്രയും വാല്യൂസ് നമ്മൾ ബൈഹാർട്ട് ചെയ്യണേ. സ്റ്റേറ്റ് വരെ പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് കാൽക്കുലേറ്റർ അടിക്കുക, അതുകൊണ്ട് പേടിക്കാനില്ല. എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞാണേ. ഇനി സ്റ്റേറ്റുകാർ പഠിച്ചാൽ നിങ്ങൾക്ക് എൻട്രൻസിന് ലാഭിക്കാം. എൻട്രൻസ് ഒന്നും ഞങ്ങൾ എഴുതുന്നില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ പഠിക്കണ്ട, ബൈഹാർട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്തോളൂടാ. ഓക്കെ, എൻട്രൻസിന് നല്ല റാങ്ക് കിട്ടണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ പഠിച്ചോളണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. അവസാനം എക്സാം സമയത്ത് പോയിട്ട് കാൽക്കുലേറ്റർ ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 1+2 അടക്കം ചെയ്യാൻ പറ്റില്ല കേട്ടോ. യെസ്, തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയാണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. ഇതാണ് നമ്മൾ കാണേണ്ടത്. മനസ്സിലാവല്ലോ? തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റിനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റെപ്പ് അതുപോലെ ഉള്ളതുകൊണ്ട് പറയുകയാണേ. ഞാൻ ടെക്സ്റ്റിലെ സ്റ്റെപ്പിനേക്കാളും അല്ലാതെ ചെയ്യാണ് നല്ലത്. എങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചുമ്മാ എഴുതിക്കണേ. വി നോ ദാറ്റ്. സ്റ്റെപ്പൊക്കെ നല്ല നീറ്റായിട്ട് എഴുതാട്ടോ. വി നോ ദാറ്റ് എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് എഴുതാം അല്ലേ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് -π/2 to π/2. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഇത് എഴുതി വയ്ക്കുക. വേണമെങ്കിൽ അതൊരു ബോക്സിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ടാവും കേട്ടോ. പേപ്പർ നോക്കുന്നവർക്കൊരു മനസ്സിന് കുളിർമയൊക്കെ കിട്ടും. കേട്ടല്ലോ? യെസ്. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -π/2 π/2. ഇനി നമ്മൾ ഈ ക്വസ്റ്റിന് y എന്ന് പേര് കൊടുക്കുകയാണ്. ലെറ്റ് y = സൈൻ ഇൻവേഴ്സ് 1/√2. ആ സൈൻ അങ്ങോട്ട് മാറ്റി. അപ്പോൾ സൈൻ y = എത്ര വരിക? സൈൻ ഇൻവേഴ്സ് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? സൈൻ y = 1/√2. അതൊരു ബോക്സിലാക്കാം. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. ഇനി CBSEക്കാർ ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഈ സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ സൈൻ്റെ വാല്യൂ ഏത് ആംഗിളിലാണ് 1/√2 വരിക?
അറിയോ? ഇപ്പോൾ നമ്മൾ എഴുതി എത്രയാണ് 45 അല്ലേ, sin 45. അപ്പോൾ 45 എന്ന് പറഞ്ഞാൽ എന്താണ്? π/4 ആണ്. അത് നമ്മളിവിടെ എഴുതണേ. വി നോ ദാറ്റ് sin π/4 = 1/√2. ഓക്കെ, CBSEക്കാർക്ക് വേണ്ടി പറഞ്ഞാണേ, മറ്റവർക്ക് ഉടായ്പുണ്ട്, പേടിക്കണ്ട. sin π/4 = 1/√2. അപ്പോൾ ഇത് രണ്ടും നോക്കിയൊക്കെ 1/√2 വന്ന ആംഗിൾ എത്രയാണ്? ഇത് ഇക്വേഷൻ നമ്പർ 2 അവിടെ നിൽക്കട്ടെ കേട്ടോ. sin π/4 1/√2 ആണ്, sin y 1/√2 അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ π/4 ആണ്. മറ്റവർക്ക് നമ്മൾക്ക് ഉടായ്പ്, അതായത് സ്റ്റേറ്റിനെ ഉടായ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും മെത്തേഡ് തന്നെ ചെയ്യുന്നത്, നമ്മുടെ അലൗഡാണ്, സ്റ്റേറ്റ് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണേ, നിങ്ങൾ കളിയാക്കുന്നല്ല. അതല്ല, നമുക്കതാ വേണ്ടത്, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് കാൽക്കുലേറ്റർ എടുക്കാം. എല്ലാവരും സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എടുത്തേ, പെട്ടെന്ന് എടുത്തേ. ബാഗിലുണ്ടാവും, അത് ചിലർ ഷെൽഫിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പൊടിയൊന്നും പിടിക്കാതെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവേ, അയാൾ എടുത്തുകൊണ്ട് വരിക. കൊണ്ടുവന്നില്ലേ? അതിൽ ഷിഫ്റ്റ് സൈൻ അടിക്കുക. ഷിഫ്റ്റ് സൈൻ കേട്ടോ. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട്, കമ്പ്യൂട്ടർ ഒന്നുമല്ല കേട്ടോ, ഷിഫ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഞെക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക ഷിഫ്റ്റിൽ. എന്നിട്ട് സൈൻ നടിച്ചാൽ സൈൻ ഇൻവേഴ്സ് എന്ന് വരും കാൽക്കുലേറ്ററിൽ. ഓക്കെ അല്ലേ? എന്നിട്ട് ബ്രാക്കറ്റിൽ 1/√2 എന്ന് കൊടുക്കാം. ബ്രാക്കറ്റിൽ അടിച്ചോളണേ. ബ്രാക്കറ്റ് ഇട്ടിട്ട് 1/√2 എന്ന് അടിക്കുക. എത്ര കിട്ടിയേ? 45 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. മനസ്സിലായോ? ഷിഫ്റ്റ് സൈൻ അടിക്കുക. അപ്പോൾ എത്ര കിട്ടും? 1/√2 എന്ന് കിട്ടിയല്ലോ. അത് 45 ഡിഗ്രി. 45നെ ഇപ്പോൾ പൈയിലാണ് നമ്മുടെ ആൻസറൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെ എഴുതി തെറ്റൊന്നുമില്ല. 45നെ ഇൻ ടേംസ് ഓഫ് പൈയിൽ മാറ്റം ഞാൻ പഠിപ്പിച്ചു. എത്രയാണ്? π/4 അല്ലേ. 45 എന്ന് പറഞ്ഞാൽ π/4. അതാണ് ഇവിടെ എഴുതിയത്. sin π/4ൻ്റെ വാല്യൂ 1/√2. അപ്പം നമുക്കിങ്ങനെ ആൻസർ കൊണ്ട് കിട്ടും കാൽക്കുലേറ്റർ കേട്ടോ. കേരള സ്റ്റേറ്റിലെ പിള്ളേർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റർ കിട്ടും. CBSEക്കാർ ഓൾറെഡി 10ാം ക്ലാസ്സിൽ ബൈഹാർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല, അവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? വൈയുടെ വാല്യൂ, വൈ ആണ് നമ്മുടെ ആൻസർ കേട്ടോ, π/4. ഇനി ഒരു കാര്യം കൂടി നമ്മൾ നോക്കാനുണ്ട്. ഈ π/4 ആണോ ആൻസർ എന്നറിയില്ല. പ്രിൻസിപ്പൽ വാല്യൂ അല്ലേ, നമുക്കിപ്പോൾ ഇതിൻ്റെ ആൻസറാണ് കിട്ടിയത്. അത് പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ ഉള്ളിലാണോ എന്ന് നോക്കണം. അതിന് ജസ്റ്റ് ഒന്ന് പറയണേ, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുകയാണ്. ഇവിടെ 0 ഉണ്ട്, ഇവിടെ -30, ജസ്റ്റ് ഒരു ഐഡിയക്ക് വയ്ക്കാനുണ്ട്. ഇങ്ങനെ നല്ല വശയുണ്ട്. -45, -60, -90. ഇവിടെ 30, 45, 60, 90. നമുക്ക് കിട്ടിയ വാല്യൂ ഈ രണ്ട് 90നെയാണ് നമ്മൾ -π/2 എന്ന് പറയാം കേട്ടോ. +π/2 എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണ് കേട്ടോ. -90നെ -π/2 +90നെ +π/2 എന്ന് പറയുന്നു. നമുക്ക് കിട്ടിയ വാല്യൂ 45 അല്ലേ. ഈ 45 എവിടെ കിടക്കുന്നത്? ഇതിൻ്റെ ഉള്ളിലല്ലേ. ഈ രണ്ട് ഇൻ്റർവെല്ലിൻ്റെ, രണ്ട് ബോർഡർ ലൈനിൻ്റെ ഉള്ളിലല്ലേ 45 കിടക്കുന്നത് അല്ലേ. നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് എന്ത്? -π/2 π/2. അപ്പോൾ ഈ രണ്ട് വാല്യൂവിൻ്റെ ഉള്ളിലാണല്ലോ പ്രിൻസിപ്പൽ വാല്യൂ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നതെങ്കിൽ ദിസ് ഇസ് ദ ആൻസർ. പ്രോബ്ലം തീർന്നു. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ പഠിപ്പിക്കുന്ന മെത്തേഡ് ഞാൻ പറയുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിപ്പോൾ ചെക്ക് ചെയ്തില്ലെങ്കിലും അത് ഉറപ്പാണ് കേട്ടോ. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ പോണേ. ആ രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ കിട്ടിയ ആൻസർ ആ പ്രിൻസിപ്പൽ വാല്യൂൻ്റെ ഉള്ളിലായിരിക്കുമെന്ന് 100% ഉറപ്പാണ്. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ പറയുന്ന രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കൂടുതൽ ചിന്തിക്കേണ്ടത് ആവശ്യമൊന്നുമില്ല. ഈ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? -π/2 π/2 ഇടയിൽ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ്, അല്ലെങ്കിൽ അതല്ല പ്രിൻസിപ്പൽ വാല്യൂ. സോ ഇറ്റ് ഈസ് ബിലോങ്സ് ടു എന്താണ്? -π/2 π/2 ആണ്. ക്ലിയർ അല്ലേ? therefore principal value of sin inverse 1/√2. sin inverse 1/√2ൻ്റെ വാല്യൂ എത്രയാണ്? π/4. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് പ്രോബ്ലം. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഏകദേശം 28 മിനിറ്റ് ആയില്ലേ? ബോറടിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്താലോ? നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത എക്സാമ്പിൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 1 മിനിറ്റ് ജസ്റ്റ് മൈനസ് വരുമ്പോഴല്ലേ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാവേ. സെയിം മോഡൽ തന്നെയാണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് sin inverse -1/√2. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് sin inverse -1/√2. ഓക്കെ അല്ലേ? -1/√2 ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ള, ഉള്ളിൽ മൈനസ് വന്നു. ഈ പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോഴേ ഉള്ളിൽ മൈനസ് വരുമ്പോൾ മാത്രം നിങ്ങൾ പേടിച്ചാൽ മതി. ബാക്കിയൊക്കെ വളരെ കിട്ടുന്ന ആൻസർ തന്നെ എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലായാലും ഉള്ളിൽ മൈനസ് വരുമ്പോഴേ പ്രശ്നങ്ങളൊക്കെ വരുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് തന്നിരിക്കുന്ന ആദ്യം തന്നെ എഴുതണേ. വി നോ ദാറ്റ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് -π/2 to π/2. അത് ആദ്യം എഴുതി വയ്ക്കുക. ഞാൻ മായ്ക്കുന്നുണ്ട് കാരണം കുറച്ച് സ്പേസ് വേണം. -π/2 to π/2 എഴുതി. ഇനി നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷന് y എന്ന് പേര് വിളിച്ചു. സ്റ്റെപ്പ് എന്താണ്? എല്ലാ പ്രോബ്ലം ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ടാവും ഇവിടെ. പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് നമ്മൾ എന്താ പറയുക, ഒരു ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മുടെ പേപ്പർ കാണുമ്പോൾ ഇവിടെ. അപ്പോൾ ലെറ്റ് y = sin ഇൻവേഴ്സ് -1/√2. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സൈൻ ഇങ്ങോട്ട് മാറ്റുന്നു. അപ്പോൾ sin y = -1/√2. എല്ലാ പ്രോബ്ലം ഇങ്ങനെ തന്നെ ഇങ്ങനെ ഒരു ബോക്സ് ആക്കുന്നു. ഇക്വേഷൻ നമ്പർ 1 ഒക്കെ വെറുതെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൊള്ളാലോ എന്ന് തോന്നും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണേ. യെസ്, -1/√2. ഇനി നമ്മൾ നോക്കണം. അതായത് ശ്രദ്ധിച്ചോളേ, കാൽക്കുലേറ്ററിലെ സൈൻ ഇൻവേഴ്സ് നമുക്ക് എന്താണ് CBSE-കാർ ചെക്ക് ചെയ്തോളൂ. അല്ലാത്തവരെ സൈൻ ഇൻവേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് സൈൻ അടിക്കുന്നു. ബ്രാക്കറ്റിൽ -1/2 അടിക്കരുത്. -1/2 അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആക്യുറേറ്റ് ആൻസർ ആണ് കിട്ടും. നമുക്ക് അങ്ങനെ എഴുതിയ മാർക്ക് കിട്ടില്ല കേട്ടോ. എന്ത് ചെയ്യുന്നു? സൈൻ ഇൻവേഴ്സ് 1/√2 തന്നെ കണ്ടുപിടിക്കുന്നു കേട്ടോ. മൈനസ് നമ്മൾ അതിൽ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. കിട്ടുന്ന ആൻസർ കറക്റ്റ് പ്രിൻസിപ്പൽ വാല്യൂ ആയിരിക്കും കാൽക്കുലേറ്റർ കിട്ടുക. അപ്പോൾ അതാണ് ആൻസർ. ഓക്കെ, കാൽക്കുലേറ്ററിൽ -1/√2 കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് -π/4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, -45 കിട്ടും. അപ്പോൾ അതാണ് ആൻസർ. അങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല. സ്റ്റെപ്പ് കറക്റ്റായിട്ട് സ്റ്റെപ്പ് എഴുതി ശീലിക്കുന്നു. കാരണം CBSE-കാർക്ക് കാൽക്കുലേറ്റർ ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് പോവാം. സൈൻ ഇൻവേഴ്സ് 1/√2 = എത്രയാണ്? 45 ഡിഗ്രി. 45 എന്ന് പറയുന്നത് എത്രയാണ്? π/4 ആണ്. അപ്പോൾ താഴെ എഴുതാം വി നോ ദാറ്റ് എത്രയാണ്? സൈൻ π/4 = 1/√2. പക്ഷെ ചെറിയ പ്രശ്നമുണ്ട്. ഇക്വേഷൻ നമ്പർ 1 പറയുന്നത് എന്താ? ഇവിടെ -1/√2 എന്ന് വരുത്തണം. നമുക്ക് വേണ്ടത് എന്താണ്? നോക്കിക്കൊള്ളണേ, ഇത് കഴിഞ്ഞ പ്രോബ്ലം ഒന്നുമല്ല, ഇത് മുതലാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ മൈനസ് എന്ന് വരുമ്പോഴാണ് പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? മൈനസ് എന്ന് വരുമ്പോഴാണ് പ്രശ്നം. അപ്പം -1/√2 നമ്മൾ എന്താ എഴുതി? ഇതിനെ സൈൻ രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം -sin π/4 = -1/√2. രണ്ട് സൈഡിലും മൈനസിന് വരുത്തി കണ്ടോ? -1/√2 എന്ന് വരുത്താനേ എവിടെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷേ ഇവിടെ സൈൻ വൈ പോലെ ഇവിടെ സൈൻ എന്ന് വരുത്തണം. ഫ്രണ്ടിൽ മൈനസ് വരാൻ പാടില്ല. അതിനാണ് ഞാനൊരു കാര്യം പഠിക്കാൻ പറഞ്ഞത്. സൈനിൻ്റെ ഫ്രണ്ടിലെങ്ങാനും മൈനസ് വന്നാൽ ആ മൈനസിനെടുത്ത് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞേ. സൈൻ്റെ ഫ്രണ്ടിൽ മൈനസ് വന്നാൽ ആ മൈനസിനെ ഉള്ളിലോട്ട് കൊടുക്കണം. കോസിൻ്റെ ഫ്രണ്ടിലാണെങ്കിലോ മൈനസിനുള്ളിൽ കൊടുക്കണോ? വേണ്ട. കോസിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നതെങ്കിൽ π-6. അതാണ് ഗ്രൂപ്പ് ആക്കാൻ പറഞ്ഞത്. 3 പേര് ആരൊക്കെയാണ്? സൈന്, ടാന്, കൊസീക്ക്. ഇതിൻ്റെ 3ൻ്റെ ഫ്രണ്ടിൽ മൈനസ് വന്നാൽ ജസ്റ്റ് ആ മൈനസിനെ ഉള്ളിലോട്ട് കയറ്റി. അപ്പോൾ എന്ത് വരുന്നു? സൈൻ -π/4 എന്നാക്കി. മനസ്സിലാവുന്നുണ്ടോ? ഈ മൈനസിനെ പിടിച്ചിട്ട് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. മനസ്സിലായല്ലോ? കോസിൻ്റെ ആണെങ്കിലോ കോസും കോട്ടും സീക്കും അതിൻ്റെ 3ൻ്റെ ഫ്രണ്ടിൽ മൈനസ് വരികയാണെങ്കിലോ π- എന്നാക്കണം കേട്ടോ. അപ്പോൾ sin π/4 = -1/√2. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്? -π/4 അല്ലേ? അപ്പോൾ y എന്ന് വിളിക്കുന്നത് -π/4 ആണ്. ആ വാല്യൂ -90ൻ്റെയും +90ൻ്റെ ഇടയിലാണ് നോക്കുക. -π/4 എന്ന് പറഞ്ഞാൽ -45 അല്ലേ? അത് -90-90ൻ്റെ ഇടയിലേ വരുള്ളൂ കേട്ടോ. ഉറപ്പാണ്. ബിലോങ്സ് ടു -π/2 to π/2. അതായത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂൻ്റെ ഇടയിലാണ് ആ വാല്യൂ. ഉറപ്പായിട്ടും ആയിരിക്കും കേട്ടോ. ഞാൻ പറയുന്ന രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ആവുള്ളൂ. മാറി ഇതുവരെ ഒന്നും വന്നിട്ടില്ല. കേട്ടല്ലോ? ഞാൻ കുറേ എല്ലാ പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ബിലോങ്സ് ടു എന്ന് എഴുതി വയ്ക്കുക. പ്രിൻസിപ്പൽ വാല്യൂൻ്റെ ഇടയിലാണ്. therefore principal value of sin inverse -1/√2 = -π/4. ഇതാണ് ആൻസർ കേട്ടോ. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/√2 ഈസ് -π/4. ഓക്കെ അല്ലേ? എന്തായാലും നമ്മളിതുവരെ എത്തിയില്ലേ? ഞാൻ ഈ പ്രോബ്ലം മൊത്തത്തിലാണ് പഠിപ്പിക്കാം. കുഴപ്പമില്ലല്ലോ. കോസിൻ്റെ വരും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ മനസ്സിലാവും. എന്താണ് ഞാൻ പറയുന്നതിനുള്ള ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കോസിൻ്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. സ്പീഡ് കൂടുതലും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി സ്ലോ ആണെങ്കിൽ കുറച്ച് സ്പീഡിലിട്ടിട്ട് കണ്ടു കേട്ടോ. ട്രാക്ക് മാറ്റുക. ഓക്കെ,
മറ്റേ പറയുന്ന പോലെ ട്രാക്ക് മാറ്റല്ലേ. യെസ്, സ്പീഡ് ട്രാക്കിലിട്ടിട്ട് കാണാം കേട്ടോ, ഭയങ്കര സ്ലോ ആണ് തോന്നുകയാണെങ്കിൽ. യെസ്, അപ്പോൾ നമുക്ക് നോക്കിയാൽ അടുത്തേക്ക് പോകാം അല്ലേ. നെക്സ്റ്റ്, നിങ്ങളെ കൺഫ്യൂഷൻ എന്താണ് ഇവിടെ പ്രശ്നം ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മനസ്സിലാവും. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/√2. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/√2. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ദ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ഓഫ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലേ, ബ്രാഞ്ച് അല്ലെങ്കിൽ റേഞ്ച് എന്ന് എഴുതിയാലും ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് x ഈസ് 0 to π. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂൻ്റെ ബ്രാഞ്ച് എത്രയാണ്? 0 to π ആണ്. കഴിഞ്ഞ പ്രോബ്ലം -π/2 to π/2 ആണ് അല്ലേ. പക്ഷേ ഇതെന്താണ്? ഇത് 0 to π ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് നോട്ട് ചെയ്ത് വെക്കണേ, ഇതൊരു ബോക്സിലാക്കി വയ്ക്കാം. നമ്മൾ നേരത്തെ എന്ത് ചെയ്യുന്നു? ഇത് എഴുതിയിട്ട് ലെറ്റ് y = പേര് കൊടുക്കുന്നു, y എന്ന് പേര് കൊടുക്കുന്നു. ലെറ്റ് y = ഇത് ആദ്യം എഴുതണേ, എഴുതിയിട്ട് വേണം കേട്ടോ. അപ്പോൾ ലെറ്റ് y = കോസ് ഇൻവേഴ്സ് -1/√2. അപ്പോൾ എങ്ങനെ എഴുതാം? കോസ് y = -1/√2 ഒരു ബോക്സിലാക്കി വയ്ക്കുന്നു. ഇക്വേഷൻ നമ്പർ 1. വെറുതെ ഒരു രസം, ചുമ്മാ ഇട്ടെടുത്തോളൂ കേട്ടോ. ഒരു ബോക്സ് വരയ്ക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. എല്ലാ ഫുൾ ബോക്സിൻ്റെ കളികളാവട്ടെ ഫേസ്ബുക്ക് കേട്ടോ. ഓക്കെ ആണല്ലോ. ദെൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്റ്റേറ്റിൽ, കേരള സ്റ്റേറ്റിലെ പിള്ളേർ വലിയ ആൾക്കാരാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കാൽക്കുലേറ്റർ അടിക്കുന്നു, ഷിഫ്റ്റ് കോസ് അടിക്കുക. ഓക്കെ, അപ്പോൾ കോസ് ഇൻവേഴ്സ് വരും. എന്നിട്ട് മൈനസ് കൊടുക്കരുത്. മൈനസ് കൊടുത്താൽ കറക്റ്റ് ആൻസർ കിട്ടേ. നമുക്ക് കറക്റ്റ് ആൻസർ അല്ല വേണ്ടത്. ഷിഫ്റ്റ് കോസ് അടിച്ചുമ്പോൾ കോസ് ഇൻവേഴ്സ് 1/√2 അടിച്ചാൽ മതി. മൈനസ് ടൈപ്പ് ചെയ്യണ്ട. മനസ്സിലായാലോ? മൈനസ് ടൈപ്പ് ചെയ്യണ്ട. കോസ് ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 45 ഡിഗ്രി തന്നെയാണ് അല്ലേ. കോസിൻ്റെ വാല്യൂ രണ്ടും സെയിം ആണ് കേട്ടോ. 45 1/√2 ആണ്. 1/√2 45 എന്ന് പറയുന്നത് π/4. ഓക്കെ അല്ലേ? അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വി നോ ദാറ്റ് എന്താണ്? കോസ് π/4 = 1/√2. വി നോ ദാറ്റ് എന്ത് ചെയ്തു? കോസ് π/4. നമുക്ക് വേണ്ടത് ഇവിടെ -1/√2 അല്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? -cos π/4 = -1/√2. രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം ഇതേപോലെ തന്നെ ചെയ്തല്ലേ. പക്ഷേ കഴിഞ്ഞ പ്രോബ്ലത്തിൽ സൈൻ ആയതുകൊണ്ട് സൈൻ്റെ ഫ്രണ്ടിൽ മൈനസ് വന്നപ്പോൾ മൈനസിനെ ഉള്ളിലേക്ക് കൊടുത്തു അല്ലേ. പക്ഷെ ഇവിടെ അത് നടക്കൂല. എന്തുകൊണ്ടാണ്? നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു എന്താണ്? കോസിൻ്റെ ഫ്രണ്ടിലാണ് മൈനസ് കിടക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കോസിൻ്റെ ഫ്രണ്ടിലാണ് മൈനസ് കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? കോസ് π-x എന്ന് എഴുതണം. ആരൊക്കെയാണ്? കോസും കോട്ടും സീക്കും. 3 പേര്, സീക്ക്, കോസ്, കോട്ട്. ഇവർ 3 പേരുടെ മൈനസ് വന്നാൽ π-x എന്ന് എഴുതണം കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് മാറുകയാണ്. ഇതാണ് കഴിഞ്ഞ പ്രോബ്ലം ഈ പ്രോബ്ലം തമ്മിലുള്ള. ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ മൊത്തം കഴിഞ്ഞു. ചാപ്റ്റർ അല്ല, പ്രിൻസിപ്പൽ വാല്യൂൻ്റെ ഏത് ക്വസ്റ്റ്യൻ ഇത് മനസ്സിലാക്കി ചെയ്യാം. എന്താണ്? കോസ് π/4 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് π-π/4 എന്ന് എഴുതണം കേട്ടോ. ഇതാണ് ടേണിംഗ് പോയിന്റ്. ഇതാണ് ചേഞ്ചസ്. π-x ഇവിടെ π/4 ആയതുകൊണ്ട് π-π/4. സൈൻ ആയപ്പോൾ എന്താ ചെയ്തു? ജസ്റ്റ് മൈനസ് ഫ്രണ്ടിലിട്ടാൽ മതിയായിരുന്നു. പക്ഷെ കോസ് വരുമ്പോൾ അങ്ങനെ ഇടാൻ പറ്റില്ല. π-π/4 എന്ന് കൊടുക്കണം. അപ്പോൾ എത്ര വരിക? π-π/4. എങ്ങനെ ചെയ്യാം? ഇതിനാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4π - π/4 ഇടാം. അപ്പോൾ ഈ എത്ര വരിക? 3π/4. ഓക്കെ, π-π/4. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? π-π/4 = -1/√2. അതായത് cos 3π/4 = -1/√2. ഇനി ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 3π/4 എന്ന് പറഞ്ഞാൽ 3 × 45 ഇടാ, ഒരു 135 തോന്നല്ലേ. ഓക്കെ, 135 വരും. അതായത് 3π/4 എന്ന് പറഞ്ഞാൽ 3 × 180/4, അതായത് 135 തോന്നുന്നു. അത് എന്ന് പറയുന്നത് 0ൻ്റെയും π-ൻ്റെ ഇടയിലാണ് കേട്ടോ. 0ൻ്റെയും 150ൻ്റെ ഇടയിലല്ലേ ഈ വാല്യൂ നോക്കി വെക്കുക. 0ൻ്റെയും 180ൻ്റെ ഇടയിലല്ലേ 135 വരിക അല്ലേ. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലായിരിക്കും, ഉറപ്പാണ്, കമ്പൽസറിയാണ്. അങ്ങനെ ആവുമെന്നാണ് ഞാൻ പറയുന്ന രീതിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ 3π/4 ബിലോങ്സ് ടു എന്താണ്? 0 to π. ഇത് കമ്പൽസറി ആയിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും, ഉറപ്പാണ് കേട്ടോ. ഓക്കെ അല്ലേ?
കാരണം പൈയിൽ നിന്ന് കുറയ്ക്കുന്നതാണ് റിസൾട്ട്. പൈയിൽ നിന്നൊരു വാല്യൂ കുറച്ച് അത് ഇതിൻ്റെ ഉള്ളിലാവും അല്ലേ. അപ്പോൾ ഇത് അങ്ങനെയാവും കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ 3π/4 നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂൻ്റെ ഉള്ളിലാണ്. പ്രോബ്ലം ഫിനിഷ്. അപ്പോൾ therefore പ്രിൻസിപ്പൽ വാല്യൂ ഈസ് എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ഈസ് 3π/4. 3π/4 ആണ് ആൻസർ കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും π/4 ആണ്. π/4 അല്ല, -π/4 അല്ല. മൈനസ് എന്നുള്ളത് 0ൻ്റെ പൈൻ്റെ ഇടയിൽ എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് 3π/4 ആണ് ആൻസർ. കേട്ടല്ലോ? ഇതാണ് നമ്മുടെ മെത്തേഡ്. മനസ്സിലായോ? അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ കാണുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ അല്ലേ? യെസ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഒരു കോട്ട് ഇൻവേഴ്സ് -1/√3 എന്നുള്ളത്. അതുകൂടി ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എക്സാമ്പിൾ 2 രണ്ടാമത്തെ എക്സാമ്പിളാണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് -1/√3. കോട്ട് ഇൻവേഴ്സ് -1/√3. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എഴുതി ലെറ്റ് y = കോട്ട് ഇൻവേഴ്സ് -1/√3 എഴുതി. ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്താ വരിക? കോട്ട് y = -1/√3. ബോക്സിലാക്കുക. ഇക്വേഷൻ നമ്പർ 1 കോട്ടാണ്, കോസ് അല്ല കേട്ടോ, കോട്ടാണ്. ഇനി നമ്മൾ കാൽക്കുലേറ്ററിൽ കോട്ട് ഇൻവേഴ്സ് 1/√3 എന്ന് അടിക്കണം അല്ലേ. പക്ഷേ കാൽക്കുലേറ്ററിൽ ചെറിയ പ്രശ്നമുണ്ട്. കാൽക്കുലേറ്ററിൽ കോട്ടില്ല. കാൽക്കുലേറ്ററിൽ സൈനും കോസും ടാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റേറ്റിലെ പിള്ളേർക്ക് പണി കിട്ടും അല്ലേ. എല്ലാവർക്കും പണി കിട്ടും. CBSE പിള്ളേർക്കായിരിക്കും കോട്ടല്ലേ. നമ്മൾ കോട്ടിനെ പഠിപ്പിച്ചില്ലല്ലോ. അതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോട്ട് എന്ന് പറയുന്നത് 1/tan ആണല്ലേ. അതുപോലെ കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ തിരിച്ചെടുത്താൽ മതി. tan 1/x എടുത്താൽ മതി. അതായത് കോട്ടിൻ്റെ വാല്യൂ കാണുന്നതിന് പകരം ടാനിൻ്റെ വാല്യൂവിനെ നമ്മൾ മൈനസ് കൊടുക്കുന്നില്ല കേട്ടോ. ടാനിൻ്റെ വാല്യൂവിനെ റെസിപ്രോക്കൽ എടുത്തു. √3/1. അപ്പോൾ √3. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√3 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് അതിൻ്റെ റെസിപ്രോക്കലാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് റെസിപ്രോക്കൽ? 1/√3യുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? √3. അത് നമുക്ക് കാൽക്കുലേറ്റർ അടിക്കാം. അപ്പോൾ കാൽക്കുലേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ടാൻ കൊടുക്കുക. അപ്പോൾ ഷിഫ്റ്റ് ടാൻ അടിക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് വരും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് √3 ആണ്. √3യുടെ വാല്യൂ π/3 ആണ് കേട്ടോ. 60 ഡിഗ്രിയാണ്. അങ്ങനെ തന്നെ എഴുതാം. ടാൻ്റെ വാല്യൂ √3 ആവുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ് അല്ലേ. 60 ഡിഗ്രി എന്ന് പറയുന്നത് π/3 180/3 ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ എഴുതുന്നത്. വി നോ ദാറ്റ് കോട്ട് π/3 = 1/√3. കോട്ട് ഇൻവേഴ്സ് 1/√3 ഇങ്ങനെ കിട്ടിയില്ലേ. അപ്പോൾ കോട്ട് π/3യുടെ വാല്യൂ ആണ് 1/√3 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നമുക്കിവിടെ -1/√3 അല്ലേ വരുത്തുന്നത്. നമ്മൾ ഫ്രണ്ടിൽ മൈനസ് ഇട്ടു. കോട്ട് π/3 = -1/√3. നേരത്തെ പറഞ്ഞു അല്ലേ, കോട്ടിൻ്റെ ഫ്രണ്ടിൽ മൈനസ് വന്നാൽ കോട്ട് എങ്ങനെ എഴുതാം? കോട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിലാളാണ് കേട്ടോ. കോട്ട് π-x ആണ്. കോസ് എഴുതിയത് പോലെ തന്നെയാണ് കോട്ട്. മനസ്സിലായോ? കോട്ടിൻ്റെ ഫ്രണ്ടിൽ മൈനസ് വന്നാൽ ആ മൈനസിന് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. അതിനെങ്ങനെ എഴുതാം? നമ്മൾ കോട്ട് π-π/3 എന്ന് എഴുതാം. = -1/√3. π-π/3 ക്രോസ് മൾട്ടിപ്ലൈ ആണ് ഇങ്ങനെ. അപ്പോൾ എന്താ വരിക? കോട്ട് 3π - π/3 = -1/√3. അതായത് കോട്ട് 2π/3 2π/3 = -1/√3. ബോക്സിലാക്കുക. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നോക്കുക, നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? കോട്ട് 2π/3യുടെ വാല്യൂ കേട്ടോ. കോട്ട് 2π/3യുടെ വാല്യൂ ആണ് -1/√3. അപ്പോൾ ഈ 2π/3 എന്ന് പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്താണ്? ഓപ്പൺ ഇൻ്റർവൽ 0 to π ആണ്. കോട്ടിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ഓപ്പൺ ഇൻ്റർവൽ 0 to π ആണ്. അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ 2π/3. മനസ്സിലായോ? 2π/3 സ്ലൈസ് ബിറ്റ്വീൻ 2π/3 പറഞ്ഞാൽ 2 × 60. മനസ്സിലായോ? 2 × 180/3. അപ്പോൾ 2 × 60 വരും. 120 ആണ്. 120 എന്നുള്ളത് 0യുടെയും 180ൻ്റെ ഇടയിലാണ് കേട്ടോ. therefore പ്രോബ്ലം തീർന്നു. പ്രിൻസിപ്പൽ വാല്യൂ ഈസ് y. അല്ലെങ്കിൽ എന്തെഴുതാം? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3 ഈസ് 2π/3. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3 ഈസ് 2π/3.
അപ്പോൾ ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇനി നിങ്ങൾ ഇതിൻ്റെ എക്സസൈസിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വർക്കൗട്ട് ചെയ്യാം, ഓരോന്നോരോന്നിൽ ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പമുള്ളതുണ്ട്. മൈനസ് വരുമ്പോഴേ കൺഫ്യൂഷൻ ഉള്ളൂ, അല്ലെങ്കിൽ കിട്ടുന്ന ആൻസർ എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലായാലും മൈനസ് വരുമ്പോൾ മാത്രമേ ഈ കൺഫ്യൂഷൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എക്സസൈസ് 2.1 ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് നോക്കുക. കിട്ടാത്തത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കുക. എന്നിട്ട് ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. എന്തായാലും നന്നായി പഠിക്കുക. +2 ആയല്ലോ അല്ലേ. നമ്മൾ +1 തന്നെ എക്സാം കുറച്ച് ടഫായിരുന്നു അല്ലേ. ഇപ്രാവശ്യം നമുക്കത് +2 ഓവർകം ചെയ്യണം. +2 ടഫാവുമെന്ന് വിചാരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. എല്ലാ ആശംസകളും കേട്ടോ. താങ്ക് യു. ബൈ ബൈ.